ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാനും ഉണ്ടിയും തീരും കൂടിയിട്ട് വെറുതെ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോവാട്ടോ. അപ്പോൾ ചിന്നണ തീരോ ദേത്തിക്ക് തെയ്യോ മണ്ണാലും മോൻ തിന്നോട്ടാ. കുഞ്ഞിക്ക് തരോ? എന്തിട്ടാടാ അമ്മമ്മ പാവേ വേണ്ടെന്ന് പറഞ്ഞു. അമ്മമ്മ വേണ്ടെന്ന് പറഞ്ഞ അതെ. എന്റെ എട്ടുകാരനൊക്കെ ഇങ്ങനെ കൈ മുടിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവാ? അങ്ങനെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഇതായിട്ടാ ഞങ്ങളുടെ വെള്ളയന്തടൻ റോഡ്. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് പോവാട്ടാ. വേറെ എവിടേക്കല്ല, നമ്മുടെ സ്നേഹതീരം ബീച്ചിലേക്കാട്ടാ ഞങ്ങൾ പോണത്. കണ്ടു കണ്ടു. എവിടെ മീമി? കണ്ടുട്ടാ. ഞങ്ങൾ കയറിപ്പോയത് പാർക്കിലേക്കാണെങ്കിലും ധീരുവിന് അങ്ങനെ പാർക്കിലേക്ക് പോയിട്ട് കളിക്കണം എന്ന് അങ്ങനെ ഒരു വിചാരമില്ല കേട്ടാ. മീനുകളെയൊക്കെ കണ്ടപ്പോ അവന്റെ ശ്രദ്ധ മൊത്തം മീനിലേക്കായി. പപ്പ കണ്ടില്ലേ, ആ മീൻ കണ്ടില്ലേ, ഈ മീൻ കണ്ടില്ലേ, എന്ത് രസാ കാണാൻ, നല്ല ഭംഗിയുണ്ട്. മീമിയോട് വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ ജോലി അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുട്ടിക്കാണെങ്കിൽ മീമികളെ കണ്ടിട്ടും മതിയാവണില്ല. മീമിനെ പിടിച്ചാലോ എന്നുള്ള മൈൻഡ് വരെയൊക്കെ ആയി. അപ്പോൾ ഉണ്ണി സാവധാനം അവനെ പിടിച്ചിട്ട് നമുക്ക് കുറച്ചു നേരം കളിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കളിക്കാനാന്നും പറഞ്ഞിട്ട് കുട്ടീനെയും കൊണ്ടുപോയിട്ട് ഒരാളും എൻ്റെ മോനെ ഊഞ്ഞാലാടാൻ കൊടുത്തില്ല. ഗൈസ്, അപ്പോൾ ഞങ്ങൾ പാർക്കിലേക്ക് വന്നപ്പോൾ തീരുവിന് ആരും ഊഞ്ഞാലാടാൻ കൊടുത്തില്ല കേട്ടോ. അപ്പം ഞങ്ങൾ ഊഞ്ഞാലൊന്നും കയറിയില്ല. മീനുകളൊക്കെ വെറുതെ നോക്കിയിട്ട് ഞങ്ങൾ പോവാൻ നോക്കാം. പാർക്കിൽ വന്നിട്ട് കളിക്കാൻ പറ്റാത്ത വിഷമത്തിൽ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം കടൽ കണ്ടു നിന്നു. നിരന്തരിച്ചില്ലണേ മറന്നു പോയാ ഉണ്ണി? എന്താണെന്നറിയില്ല, എൻ്റെ ധീരം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഓരോന്ന് ഭക്ഷണങ്ങളൊക്കെ കഴിക്കണം കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ ഇതുവരെ അവനെ ഒറ്റയ്ക്ക് ഭക്ഷണം കഴിപ്പിച്ചിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണോന്നറിയില്ല, എനിക്കെന്തോ ഭയങ്കര സങ്കടമാണ് എൻ്റെ ധീരനെ കഴിക്കണം കാണുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അംഗനവാടിയിൽ വിടാനും മടിക്കണത്. ശരിക്കും എൻ്റെ ധീരുവിന് 2.5 വയസ്സായിട്ടുണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് ഭക്ഷണമൊക്കെ കഴിക്കാറായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും എനിക്ക് മനസ്സില്ലാത്ത കാരണമാണ് ഞാൻ അവനെ വാരി കൊടുത്തിട്ട് ശീലമുള്ളൂ. പക്ഷെ അതെങ്ങനെയൊക്കെ മാറ്റിയെടുക്കണം. അംഗനവാടി വിടേണ്ട കാര്യം ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഈ വക ടെൻഷനുകളാട്ടോ മനസ്സിലായി. അയ്യോ, എൻ്റെ മോൻ ആരെങ്കിലും വാരി കൊടുക്കുമോ എന്നുള്ള ടെൻഷൻ. അങ്ങനെ പാർക്കിൽ കളിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞങ്ങൾ അവന് ഐസ്ക്രീമൊക്കെ മേടിച്ചു കൊടുത്ത്. ധീരു അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാത്ത കുട്ടിയായ കാരണം ഞങ്ങളെ രക്ഷപ്പെട്ടു. അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നോക്കി തീരു. അപ്പൊ ഞങ്ങളുടെ ഔട്ടിങ് കഴിഞ്ഞു എന്ന് പറഞ്ഞേ ബൈ പറയും. ബൈ ഗൈസ് പറയും. അപ്പൊ നമ്മള് വേറെ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ. ബൈ ബൈ.